സിസ്റ്റർ 5 കണ്ണുകൾ എനിക്ക് കാണാലോ. ഞാനേ 8127 ഞാൻ ഒരാളെ കണ്ടോണ്ടിരിക്കുക. ചുവന്ന കൺപീലി. ചുവന്ന കൺപീലികൾ. അല്ല, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖമാണ്. റോബറിക്ക് എങ്ങനെ പോന്നു? അല്ല, ഈ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുക, പണക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കാശ് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ ഒന്ന് ഞങ്ങളെന്തിനാ തട്ടിക്കൊണ്ടുപോയേ? തട്ടിക്കൊണ്ടോ തോന്നിയുണ്ടോ? നമുക്കത് പുറത്തോട്ട് പോയാലോ? ഇവിടെ ഭയങ്കര ചൂട് ചൂട് ചൂട്. വണ്ടി ലോക്ക് വയ്ക്കാം. ഞാനിപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ മാസ്ക് ഊരിക്കഴിഞ്ഞാൽ കുട്ടി ആരെന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ല, എനിക്ക് കുട്ടിയെ കാണുമ്പോ മനസ്സിലാകുമല്ലോ ആരാന്ന്. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. കാരണം ഞാൻ അങ്ങനെ അല്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ലേ. എനിക്ക് വയലൻസ് എന്ന് പറയുമ്പോഴേ പേടിയുള്ള ഒരാളാ ഞാൻ. ശരിക്കും എനിക്ക് പേടിയാ. ഞാൻ വയലൻസ് ഒക്കെ അങ്ങനെ വയലൻസ് ഉള്ള സിനിമ പോലും കാണാത്ത ഒരാളാണ്. ഓ, അത് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണമല്ലോ നമ്മള്. പിന്നല്ലാണ്ട്. ഹലോ ഹലോ, ഞാൻ ക്യാഷ് അയച്ചു തന്നപ്പോഴേ ചന്ദ്രബോസിൻ കേറിയിട്ട് അവിടെ നമ്മുടെ ബാങ്കിലായിട്ട് കാണിച്ചായിരുന്നു എത്ര എമൗണ്ട് കേറി. അത് ഞാൻ നോക്കി. കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെയാണ്. എന്താന്നറിയാം, ചെറിയൊരു സിറ്റിയുടെ ഒരു ഇതുണ്ട്. എന്ത് കേറിയിട്ടില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഒരു 100 രൂപീസ് എല്ലാം എന്റെ കൂടെ അയച്ചാൽ ശരി ശരി. ഓക്കെ ഓക്കെ നോക്കാം. നമ്മളതിന് ഇവിടെ വന്ന ആളും മനക്കൊല്ലത്തെ സ്ഥലത്ത് അല്ല, കുറച്ച് കാമായിട്ടുള്ള സ്ഥലത്ത് വേണം. ഈ ഫാക്ടറി ഞങ്ങളുടെ പണ്ടത്തെ ഞങ്ങളുടെ കുടുംബ ഫാക്ടറി ആയിരുന്നത്. അണ്ടി ഫാക്ടറി ഇതാണ്. ഇവിടെ ആയിരുന്നു. ഇവിടെ അണ്ടി അല്ല, ഇതാണ് കാഷ്നട്ട് ഫാക്ടറിയിലെ മാനേജറായിരുന്നു ഞാൻ നിങ്ങളുടെ. പക്ഷെ അത് ഇടയ്ക്ക് ഫുഡ് സേഫ്റ്റിക്കാർ വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് അടച്ചു പൂട്ടേണ്ടി വന്നു. ഇതൊക്കെ ആരാ? എന്താ? ഞാനിപ്പോ ഇത് തന്നെ ഇവിടുന്ന് മാറ്റി വേറൊരു ഫാക്ടറിയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. കുട്ടി ശരിക്കും എന്താ ചെയ്യുന്നേ? പള്ളി തന്നെയാണോ? പറയാൻ പറഞ്ഞ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അല്ല, സ്തുതി പറയൂ. എന്തിനാ ഈ മാസ്ക് വെച്ചേക്കുന്നേ? അപ്പോ സിസ്റ്റർ ആണെങ്കിൽ ഞാനിങ്ങനെ പുതിയ എല്ലാവരും ഇടപെടാറില്ലേ, ഇങ്ങനെ എന്റെ മുഖം കാണിക്കുന്ന ഇഷ്ടമല്ല. ഷൗട്ട് ഇടാവോ? അല്ല, എന്റെ മുഖം എനിക്കിങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാ. പിന്നെ സിസ്റ്റർ ഡ്രസ്സിൽ കാണാൻ കൊള്ളാട്ടോ. അന്ന് സിസ്റ്റർ 3 പറഞ്ഞു സിസ്റ്റർ 5ന് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നോ? സിസ്റ്റേഴ്സിനൊക്കെ ലൈൻ അടിക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണം കഴിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളു ചേട്ടാ. അയ്യോ, അങ്ങനൊന്നുമില്ല കേട്ടോ, വിവാദമാവേ.
അറിയാത്ത ഞാൻ പറയാറില്ല. ആ ഓ അങ്ങനെ 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 എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ട് ചേട്ടാ. ഉണ്ടല്ലേ. ചേട്ടന് വൈഫില്ലേ? എന്താ വൈഫില്ലേ? വൈഫോ? ആ, വൈഫില്ല. എന്നോട് മറ്റേ കൂടെ വന്ന ആള് പറഞ്ഞല്ലോ വൈഫ് ഉണ്ടെന്ന്. വൈഫില്ല വൈഫില്ല, ഗേൾഫ്രണ്ട് ഉള്ളു. ഗേൾഫ്രണ്ടാ? ആ മോനോ? അത് അഡോപ്റ്റഡ് സൺ ആണ്, ദത്തെടുത്താണ്. സ്വന്തം മോനല്ല? അല്ല 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 അല്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു തന്തയുടെ ഒരു മോന്റെ തന്തയാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഇല്ലല്ലോ, എനിക്ക് 27-26 വയസ്സേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പയ്യനാണ്. ഏയ് മോയില്ല മോയില്ല, അല്ല മോയില്ല. ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടോ ഇൻവിറ്റേഷൻ ആയിട്ടോ എടുക്കാം. അല്ല ഐ മീൻ ഇത് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം എന്ന് പറയാൻ. ആ അതെ 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 അതെ. ഇത് പിള്ളേർ കാണിക്കുന്ന കഴപ്പ്, ഓരോരോ കഴിവുകൾ കണ്ടില്ലേ ഇത് ബോട്ടിലൊക്കെ. അപ്പോ ഇന്നിപ്പം പള്ളി പോയില്ല? ആ ആ, ഏത് ഇടവകയിലാന്നാ പറഞ്ഞേ? മുതുക്കിന്റെ അവിടുത്തെ പള്ളിയില്ലേ? ആ മുതുക്കിന്റെ അടുത്ത്, മുതുക്കിന്റെ അവിടെ അവിടെ മുകളില്. ആ കൂടുതലൊരൊക്കെ അവിടെ ഉണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. ആ ഞാൻ ചേട്ടൻ വിളിച്ചോണ്ട് വന്നേ. എന്താ വിളിച്ചപ്പോ വന്നത് പെട്ടെന്ന്? ചേട്ടൻ വിളിച്ചപ്പോ വരാൻ തോന്നി. അതെന്താ തോന്നാൻ കാരണം? ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല വിളിച്ചാ വരണല്ലോ, നമ്മളൊരാള് വിളിക്കുമ്പോ വരണമല്ലോ. അല്ല അന്നിപ്പം എന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ, അപ്പൊ ഞാൻ വിളിച്ചിട്ട് കുട്ടിയെ ട്രാപ്പിലാക്കരുന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? എന്ത് വിശ്വാസത്തിലാ വന്നേ? ചേട്ടനെ വിശ്വാസാണോ? അങ്ങനെയല്ല, കാണുമ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ ഒരാളുടെ എങ്ങനെയാന്നൊക്കെ. ആണോ? എന്നാ പറ, എന്നെ കണ്ടിട്ട് എന്താ തോന്നിയേ? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. കേട്ടത് ചേട്ടനെ ഇങ്ങനെ നല്ലതൊന്നും അല്ല ചേട്ടനെ പറ്റി. എന്നെ പറ്റി കേട്ട നല്ലതൊന്നല്ലെന്നോ? ചേട്ടനെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നേ. അയ്യോ, എന്താ കേട്ടത്? ചേട്ടൻ എന്നോട് ആദ്യം തൊട്ട് പറഞ്ഞതൊക്കെ കള്ളത്തരാണല്ലോ. ചേട്ടന്റെ പേരെന്താ ശരിക്കും? ശങ്കരൻ. ആര് ശങ്കരൻ? അല്ല ശങ്കരൻ, ശങ്കരന്റെ മോൻ ചന്ദ്രൻ. ശങ്കരൻ. ആ ശങ്കരൻ എന്നാ പറഞ്ഞേ. ആ അത് അല്ല, നമ്മള് തട്ടിക്കൊണ്ടുപോയപ്പോ പറഞ്ഞല്ലേ കള്ളത്തരം. അത് തട്ടിക്കൊണ്ടുപോകാതെ ആരും സത്യം പറയോ കുട്ടി? അല്ല, നമ്മളിപ്പോ ഒരാൾ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ സത്യം പറയണം നമുക്ക് നിർബന്ധമില്ലല്ലോ. തട്ടിക്കൊണ്ടല്ലേ പോയത്. അപ്പൊ നമ്മളെങ്ങനെ ആ അനാഥന. ഞങ്ങൾ സൂരജ് ഓർഫണേജ് എന്ന് പറഞ്ഞൊരു ഓർഫണേജിൽ വളർന്നതാ. കുഞ്ഞുനാൾ തൊട്ട് നമ്മള് ഒറ്റയ്ക്ക. ഒരെണ്ണം കെട്ടം. ഒരു സെക്കൻഡേ. ഞാൻ ഇവിടെ ബീച്ചില് മീൻ വാങ്ങിക്കാൻ വന്ന. മീന് വാങ്ങിക്കാൻ വന്ന. എന്താ? ഷാർക്കാ? ഷാർക്ക് മതിയാ? അതല്ലേ പറഞ്ഞ മീന് വാങ്ങിക്കാൻ വന്നേന്ന്. ബീച്ച് ഇവിടെ അടുത്തൊരു അടുത്തുണ്ട്. പട്ടി. എന്താ പറഞ്ഞോണ്ടിരുന്നേ? എന്നെ അല്ല, നിങ്ങളെന്നെ തട്ടിക്കൊണ്ടല്ലേ പോയത്. അപ്പൊ നിങ്ങള് കള്ളികളല്ലേ? അല്ലല്ല, അയ്യോ അങ്ങനല്ല.
അതായത് നിങ്ങളും കള്ളത്തരം നിങ്ങൾ തട്ടിക്കൊണ്ട് പോയ എന്തിനാ അത് പറ. തട്ടിക്കൊണ്ട് പോയ എന്തിനാ? എന്റർടൈൻമെന്റിന്. ഞങ്ങള് പള്ളി വീട് വീട് പള്ളി എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ. ചേട്ടൻ എന്തൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ട്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അല്ല ഇതെന്താ വീട്ടുകാര് കൊണ്ട് ആക്കിയതാണോ ഈ ഇതില്? ആണോ? ഓക്കെ. അപ്പോ സ്വയം ഇഷ്ടപ്രകാരം പോയതല്ല, ഇതൊക്കെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാവോ? കേൾക്കുന്നില്ല. എന്നെ പള്ളിക്കാരാ നോക്കിയതൊക്കെ. പിന്നെ അങ്ങനെ അവിടെ വളർന്ന് അങ്ങനെ ആയതാ. ഓ അങ്ങനെ 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 അങ്ങനെ. ആ ഓക്കെ. അല്ല എന്റെ പേര് ശരിക്കുള്ള പേര് ചന്ദ്രൻ എന്നാ. ചന്ദ്രൻ. ഇതൊക്കെ വിശ്വസിക്കാവോ? ഇതും കാണോ നീ? ഇത് കള്ളത്തരൊന്നുമല്ല, ഇത് പച്ചയായ സത്യമാണ്. അല്ല എന്നെ കുറിച്ച് എന്തോ അന്വേഷണം എന്ന് പറഞ്ഞ എന്തോ അന്വേഷിച്ചേ? നമ്മളൊരാളെ പറ്റി അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കണം. എന്താ അന്വേഷിച്ചേ? ഞാൻ കുറച്ചേരട്ട് ചോദിച്ചു. ഇങ്ങനെ നമ്പർ ഉണ്ടല്ലോ എന്റെയില്, നമ്പർ തന്നതാ. അപ്പൊ ഞാൻ ആളോട് ഇങ്ങനെ ശങ്കറിന്റെ നമ്പർ ഇങ്ങനെ ഡ്രസ് വെച്ചിട്ട് പറഞ്ഞതാ. അപ്പൊ എന്നോട് ആള് പറഞ്ഞ് ആളുടെ പേരൊന്നുമല്ല, ആള് ഫുൾ ഫ്രോഡാണ്. ഫ്രോഡാ? എന്നോടങ്ങനെ ആരാ പറഞ്ഞ ഫ്രോഡെന്ന്? അറിയില്ല, ഒരു പയ്യൻ പറഞ്ഞു ഭയങ്കര ഫ്രോഡാണ്, പറ്റിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കുട്ടി എന്നെ ഞാന് ഫ്രോഡെന്ന് കേട്ടപ്പോ എന്ത് വിശ്വാസത്തിലപ്പൊ എന്റെ കൂടെ വന്നേ? പള്ളി വെച്ച വിളിക്കുന്ന. ഓക്കെ ഓക്കെ. ഹലോ അച്ഛാ. അയ്യോ സെക്കൻഡ് വണ്ടിയിലെ പള്ളിയില് ഹലോ, എന്താ പള്ളച്ചന്റെ പേര്? ഫാദർ ഫാദർ വാസ്കോ ബെനറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാദർ അറിഞ്ഞാ പ്രശ്നമാവോ ഇങ്ങനെ വന്നെന്ന്? പിന്നെ പയ്യന്മാരോട് ഇങ്ങനെ പുറത്തോടെന്ന് പറഞ്ഞാ അതിങ്ങനെ അന്യപുരുഷന്മാരോ? അത് ശരിയാണ്. ഇഷ്ടപ്പെടുന്നത് പ്രശ്നം പ്രശ്നം പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്നൊരു ഫ്രോഡായിട്ട് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? കണ്ടിട്ട് തോന്നിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ വരുവാ. അല്ലെങ്കിൽ ഞാൻ വരുവാ കൊച്ചി. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ. അല്ല ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കാര്യമായിട്ട് പോയിട്ട് വന്നേ. അത് നമ്മളിവിടെ ഒരു പ്രച്ഛന്ന വേഷമുണ്ട്. ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്യാം. നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാരും ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പോയി ചെയ്യാറുണ്ട്. പണ്ട് നമുക്ക് വലിയ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് അടിച്ച്. ചെറിയൊരു ഫാമിലി ഉണ്ട് തക്കട് വീട്ടിൽ. ഇപ്പൊ എന്നെ ഭയങ്കര കാര്യം ഇപ്പൊ വിളിക്കാൻ പോണേ, സംസാരിക്കല്ലേ? ഇത് ഞങ്ങളുടെ ചേട്ടനാണേ. ഹലോ അണ്ണു. എവിടാണടാ കുട്ടാ നീ അനുഭാവിയായിട്ട് നീ എവിടെ പോയി കിടക്കോ? ഇത് അന്ന് ഞാനേ ഒരു പള്ളിയിലൊന്ന് കുമ്പസാരിക്കാൻ വന്നയാ. പള്ളി കുമ്പസാരിക്കാൻ പറഞ്ഞു ഞാനോട് പറയട്ടെ? ഇല്ല അണ്ണു, ഞാൻ ഇന്ന് തൊട്ട് അണ്ണു ഞാൻ ദൈവത്തിന്റെ വഴിയിൽ ദൈവപാതയിൽ. അല്ല അണ്ണു, ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് തൊട്ട് ദൈവപാതയിൽ നടക്കാൻ തീരുമാനിച്ചു. എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വേണം. നല്ല വഴിയൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു സുന്ദരിയായിട്ട് ഒരു ഞാൻ ഇടയ്ക്കൊന്ന് പള്ളിയിൽ പോയായിരുന്നേ. അപ്പൊ അവിടുത്തെ കന്യാസ്ത്രീ എന്നെ കണ്ടപ്പം അങ്ങ് ഉപദേശന്നേ. ഞാൻ വിചാരിച്ച് നല്ല പാതയിൽ കുറച്ച് ആളങ്ങ് പോവാന്നേ. എത്രയെന്ന് പറയാം നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുവണ്ണു. എവിടെ ഉണ്ട്? ഞാനിവിടെ പള്ളിയില് കുമ്പസരിച്ചോണ്ടിരിക്കുക. പള്ളിയുടെ ഫ്രണ്ടിൽ ഇല്ല, ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഫാദറിനെ കണ്ടം ചെയ്ത് വെച്ചേക്കുക ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. പള്ളിയിൽ തന്നെ ഉള്ളത് ആണ്. ഇപ്പൊ വിളിക്കാം.
ആ ഇതാണ് നമ്മുടെ അണ്ണു, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാ. ആ അതെ അതെ അതെ, വലിയേട്ടനാ. ഇനി ചെറിയേട്ടനുണ്ട്, കുറെ ഏട്ടന്മാരുണ്ട്, കുറെ അനിയന്മാരൊക്കെ ഉണ്ട്. എല്ലാരും ഇതുപോലെ കുറെ പേര് ഓർഫൻസ് ആണ്. നമുക്കങ്ങനെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നവരാ നമ്മളെല്ലാരും. കുട്ടി ഓർഫനാണ്. ഓ അച്ഛനമ്മയൊന്നുമില്ല അല്ലേ? ആരെന്നറിയാവോ? അത് നല്ലതാ ഒരു കണക്കിന്. ബോയ്ഫ്രണ്ട് സ്നേഹം തരുന്നുണ്ടല്ലേ? ആ ബോയ്ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല. വില്ലൻ. എനിക്കൊരു വില്ലൻ ആവോ? ഹലോ, എനിക്കൊരു വില്ല. സെക്കൻഡ്. അല്ല എനിക്കൊരു വില്ലൻ ആവോന്ന്. അല്ലല്ല അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ച. വില്ലൻ ദാസ് എന്നാണ് പേര്. ആ ഒരു നിമിഷം എന്റെ ഉയരങ്ങ് മോളിപ്പോയിട്ട് താഴെ വന്നേ. അല്ല നമ്മുടെ കുടുംബത്തിൽ വില്ലൻ ഉണ്ടേ. ഓക്കെ, ഞാൻ പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യട്ടെ? ആണോ? ഓഹോ, കണ്ട സംസാരിക്കാം. ആണോ? ഓക്കെ ഓക്കെ. ജീവിതമൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആർക്കെനിക്ക് അമ്മ. ഓ അയ്യോ ഇപ്പൊ പോയനെ. ഇല്ല കുട്ടി, എന്ത് വിഷമം? ആ അല്ല നമുക്കങ്ങനെ വിഷമൊന്നുമില്ല, ഓക്കെയാണ്. എന്താ വിഷമോ? എനിക്കോ? ഇല്ല കുട്ടി, ഞാൻ ഇങ്ങനെ വിഷമൊന്നുമില്ല. അല്ല ഇപ്പൊ ഈ സിസ്റ്റേഴ്സ് വരുമ്പോ റോങ് ആവും. അവർ ചോദിക്കും എന്തിനാ കണ്ട ഒരാളെ ഒരു ദിവസം കണ്ട ഒരാളടുത്ത് കൂടെ പോയി എന്തിനാ സംസാരിച്ചെന്നൊക്കെ വിഷയമാക്കുവോ? ആണോ? ആ ഓക്കെ ഓക്കെ. ആ അറിയാം. അല്ല പിന്നെ കുട്ടി കുറച്ചത്തെ പറഞ്ഞ ഭയങ്കര മോശം അഭിപ്രായമാണെന്ന്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എത്ര പേർക്ക് നല്ല അഭിപ്രായം കാണും? അങ്ങനല്ല, എത്ര പേർക്ക് ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വെച്ചേ. ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം ആർക്കാ? വാഗുണ്ട്. ആണോ? പുറത്തുവരാൻ പറ്റത്തില്ല? ആ അപ്പൊ നല്ല അഭിപ്രായം ഉണ്ടോ? ഈ നല്ല അഭിപ്രായം ഉള്ള ആൾക്കാർ സിംഗിൾ ആണോ? അല്ല, കമ്മിറ്റഡ് ആയിട്ട് നല്ല അഭിപ്രായോ? അത് നല്ലതാണ്. എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു സിസ്റ്റർ 5നെ പറ്റി. ഇല്ല മാറിയില്ല. സിസ്റ്റർ 5ന്റെ ശരിക്കുള്ള പേരെന്താ? അതാണ് എളുപ്പം. സിസ്റ്റർ 5. ഓക്കെ, അപ്പൊ ഇത് ബോയ് ഫ്രണ്ട് അറിഞ്ഞ വിഷയാവൂലേ? അല്ല എന്താ റോയലാ? ഓ ലോയല്. ആ അല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചത്
ഇങ്ങോട്ട് കുട്ടി വന്നെന്ന് പറയുമ്പോ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന്. ചൂസൊക്കെ നടക്കണേ അങ്ങനെയൊക്കെ അറിഞ്ഞ തീവ്രതയാണ്. ഈ വണ്ടി ഏത് നായിന്റെ ഓഫാക്കി ഇട്ട് പോയത്? ഹലോ, ഈ സൂര്യ ഇവിടെ മുതുക്കി കിടന്ന് കാണിക്കുന്നുണ്ട് എന്താന്ന്? എവിടെ നീ എവിടെ ഇത് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ? ഇവിടെ കിടന്ന് കാണിക്കുന്നില്ല. കണ്ട കണ്ട പെമ്പിളോട് അയക്കാറ നീ കിടന്ന് കണ്ട പെമ്പിളെ കൂടെ കിടന്ന്. ആ ഞാനിവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനിവിടെ ഉണ്ട്. മുതുക്കിയോണ്ടി പെട്ടെന്ന് വന്നാണെങ്കിൽ അത്യാവശ്യം ഒരു കാര്യം മുതുക്കി വാടി. മച്ചാനെ ഇതൊന്നും തുറന്നു തരും. എന്നൊന്ന് ഡ്രോപ്പ് ആക്കോ? ശേ എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ പേടിച്ച് അല്ല എന്നെ വേറെ ഏതെങ്കിലും ഗരാജ് ഉള്ള ഏതെങ്കിലും കടലുണ്ടാ? ദേ അവിടെ ആ ബോർഡിന്റെ ചിഹ്നമുള്ള അവിടെ അത് ഗരാജ് ആണോ? കുറച്ച് മുമ്പോട്ട് ട്രക്ക് ജോബിനുണ്ട്. ട്രക്ക് ജോബിനൊക്കെ ആയിക്കോട്ടെ. മച്ചാനെ കിഡ്നാപ്പ് ചെയ്യാണോ? എല്ലാരും കണ്ടില്ല. ഇത് എന്നെ അങ്ങോട്ട് വിടാവോ? അവിടെ കുറച്ച് വണ്ടി ഇല്ലേ അവിടെ? ആ മറ്റേ മതി മതി മതി. വെള്ളത്തിലോട്ട് ഞാൻ ഇവിടെ ദിശ അറിയാതെ നീന്തിക്കൊണ്ടിരിക്കുക. ബന്ധുവാ? ഞാന് ഇപ്പൊ ഈ കരയിൽ കണ്ടിട്ട് ഇപ്പൊ വിളിക്കാവേ. കുട്ടി അവരുടെ പള്ളി പൊക്കോ, ഞാൻ വരാം. ഓക്കെ വെള്ളം 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 പൊക്കി കയറിയാണേ. ഓക്കെ താങ്ക് യു താങ്ക് യു. ഒരു മിനിറ്റ്. താങ്ക് യു ബ്രദർ. എന്താ ചോദിച്ചേ? ആരെ എന്നെയാ? അതാരത്? എന്നെ അറിയാന്നാണോ പറഞ്ഞേ? ബന്ധുവാ? അറിയത്തില്ലേട്ടാ. ഞാന് കൊച്ചുണ്ടായാ? കൊരങ്ങന ചിമ്പൻസിയൊക്കെയാണോ പറഞ്ഞത്? ഇത് കാട്ടിന്നല്ല വന്നായിരിക്കും കേട്ടോ. വനവകുപ്പിൽ വിളിച്ച് ഞാൻ പറയാം. കൊരങ്ങന? ആ ഞാൻ എന്തായാലും നോക്കട്ടെ. ആ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നോ? എനിക്ക് അവരൊന്ന് കാണുമായിരുന്നല്ലോ. ആ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ അവിടെ തന്നെ ഇരുന്നോ. ഇപ്പൊ വരാം, ഒരു സെക്കൻഡ്. ഞാൻ ഈ ദിശ അറിയാൻ പറ്റുന്ന ഓട്ടോ. ഏണിയില്ലേ ഈ പറിക്ക്?
ഡൗട്ട് മാറ്റാനാ? എന്റെ വണ്ടി എവിടെ? എന്റെ You have reached an automated voice message. എന്റെ ഞാന് എന്റെ ഐക്യം ഉണ്ടോടാ? എന്റെ ഐക്യു ഇത്ര ഐക്യമുള്ള പയ്യൻ വേറെ എവിടെ ഉണ്ടാ? ഇത്ര ഐക്യമുള്ള ഒരു പയ്യൻ നിങ്ങൾ തന്നെ പറ. ഐക്യു ഒന്നാനുള്ളി ചന്ദ്രബോസ്. അയ്യോ അലീന സിസ്റ്റർ മരിച്ചു കിടക്കുന്നു. എന്താ ഇവിടെ സംഭവിക്കണേ? ഹലോ ചേട്ടനാണോ ഇടിച്ചേ? എന്താ? ചേട്ടനാണോ ഇടിച്ചേ? ആരെ? ഒരു ഇടി കിട്ടിയായിരുന്നു എവിടെന്തോ. ആണോ? ഞാനല്ല. അല്ലല്ലേ? അപ്പൊ ഇതാരാ വണ്ടി വന്ന് ഈ മസൂലായിരിക്കും. എന്തു പറ്റി? ചെറുതായിട്ടൊന്ന് ബോധം പോയി. കുഴപ്പമില്ല. ചേട്ടൻ എവിടെയുണ്ട്? ഞാൻ ഇവിടെ വരാറായി. ഇപ്പൊ വരാ. എന്നെ അന്വേഷിച്ച കുട്ടി അവിടെ ഉണ്ടോ? പോയോ? പോയല്ലോ. ആ ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഒരു സെക്കൻഡ്. ഇപ്പൊ വരാം. ഹലോ, ഇത് എവിടാണിത്? മുതുക്കിൽ എത്ര നേരായിട്ട് നിക്കാണ്. മുതുക്കിലോട്ട് എത്താറായി. ഇവിടെ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ആരും. ഇവിടെ എന്താ ഇത്? വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് വാ. ആ നീ എഴഞ്ഞു പോണ്. നീ എഴഞ്ഞു പോണ്. കുഞ്ഞിപ്പുഴുവിന്റെ മോള്. എവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ.
നിന്റെ ചെറുക്കനെ കണ്ടാളന്മാരെ കൂടെ പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നീ എവിടെ പോയി? എനിക്ക് സൗകര്യമില്ല, ഞാൻ വരത്തില്ല. നീ വരണ്ട. നമ്മളുടെ അടുത്താ കളി, നമ്മൾ എത്ര കണ്ടിരിക്കുന്നത്. നേരത്തെ മറ്റേ ഗോഡ് ഫാദർ നമ്മുടെ ഒരു അണ്ണുമില്ലേ, അണ്ണു എന്ന് പറഞ്ഞ ആളില്ലേ, പുള്ളീനെ മീൻ വണ്ടി ഇടിച്ച് ആശുപത്രിയില്ല. ആ മീൻ വാങ്ങിക്കാൻ പോയതാ. ആ ഞാൻ അപ്പൊ അങ്ങോട്ട് പോണേ. ശരിയേ. ആ ആശുപത്രി ഹോസ്പിറ്റലിലോട്ട് പോവാ. ആ ഓക്കെ. ആ ഓക്കെ.